കെവിൻ പീറ്റർ, പ്രൊഫസർ സ്റ്റാൻലി എന്നോട് ക്ഷമിക്കുക. പി സി ജോർജും അതുപോലെ ആരിഫ് ഹുസൈനും നേരത്തെ പോകണമെന്ന് അറിയിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്താൻ താമസിച്ചത്. ക്ഷമിക്കുക. ശ്രീ കെവിൻ, ഇവിടെ പ്രൊഫസർ ടി ജെ ജോസഫിനോട് സഭ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ആ ഒരു നിലപാട് തന്നെയല്ലേ ഫാദർ ജോസഫ് ആറ്റുചാലിൻ്റെ കാര്യത്തിലും സ്വീകരിക്കുന്നത്? സഭ ഒരു പത്രക്കുറിപ്പ്, വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് മതിയോ? ഇപ്പോൾ നോക്കൂ, മണിപ്പൂരിൽ എത്ര കാലം ചർച്ച ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങൾ, അല്ലേ? ഇപ്പോൾ നോക്കൂ, ഈ വിഷയം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നടന്നത്. പക്ഷേ മാധ്യമങ്ങൾ അതിൻ്റെ ഗൗരവം ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല. ഇതുപോലുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ഓക്കെ, ഞാൻ ആദ്യമായി ഗുരുമൂർത്തി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇതിനെ തുറന്ന് കാട്ടുക തന്നെ വേണം, അതിന് മടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ശരിക്കും ഇപ്പോ പറഞ്ഞതുപോലെ ഒരു അനാസ്ഥ സഭയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായിട്ട് തന്നെയാണ് പാലാ രൂപത ആ ഒരു വിഷയത്തെ കാണുന്നത്. ഇന്നലെ നമ്മളെല്ലാം കണ്ടതാണ്, ആ പള്ളിയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത മറ്റൊരു പള്ളിയുടെ ചുമതലയുള്ള വികാരി അച്ഛനെ ഏതൊക്കെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ വിളിച്ചുകൊണ്ടുപോയി സർവകക്ഷി യോഗത്തിൽ ഇരുത്തി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അവഹേളിച്ചു വിട്ടുവെന്നാണ്, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് അവർക്ക് അനുകൂലമാക്കി പറയിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഈ സംഭവം ഉണ്ടായി 15 മിനിറ്റിനുള്ളിൽ തന്നെ ആ ബൈക്ക് ഇടിയേറ്റ വൈദികനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ നടന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായതുമാണ്. അതിനുശേഷം ഇന്നലെ സർവകക്ഷി യോഗം ഞാൻ പൂർണ്ണമായി കാണുകയുണ്ടായി. ചില അതായത് ഒന്നുകൂടെ ഞാൻ കണ്ടു. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ നിലപാടിൽ ഇവർ മാറ്റം വരാത്തിടത്തോളം കാലം ഇതിനൊരു അവസാനം ഉണ്ടാകിയില്ല. കാരണം ഇവരെ നയിക്കുന്നത്, ഇവർ കുഞ്ഞുനാളിലെ ഇവരുടെ തലച്ചോറിന് ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്ന ഇവരുടെ മതബോധം തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, വളരെ കുഞ്ഞുനാളിലെ മുതൽ തങ്ങളുടെ മതം മാത്രമാണ് ശരി, അത് മാത്രമാണ് ശ്രേഷ്ഠം, മറ്റുള്ളതെല്ലാം ഹീനമാണ്, അത് വൃത്തികെട്ടതാണ്, അത് ഒരു തരത്തിലും കൊള്ളാത്തതാണ്, അതിനെ അംഗീകരിക്കേണ്ടതില്ല എന്ന ചിന്ത വളരെ കുഞ്ഞുനാളിലെ മുതൽ, അതായത് നമ്മുടെ UKG പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇവരുടെ തലച്ചോറിനുള്ളിലേക്ക് നിരന്തരമായി അടിച്ചു കയറ്റുക. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ നമ്മളൊക്കെ വളർന്നു പറഞ്ഞൊരു കാലഘട്ടം വന്നാൽ, എന്റെയൊക്കെ ഓർമ്മയിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, നമുക്കറിയാം ബാങ്ക് വിളി കഴിഞ്ഞുള്ള നിസ്കാരത്തിന്റെ സമയം, ആ സമയത്ത് അമ്പലങ്ങളിലെ ഇത് നമ്മുടെ പടയണിയോ അല്ലെങ്കിൽ താലമോ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ അതിന്റെ ചെണ്ടമേളം വരുമ്പോൾ അവിടെ ഇത് നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞതുകൊണ്ട് ആ ചെണ്ടമേളം അവിടെ കൊട്ടാതെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ പോകുന്നത് ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അവരുടെ നിസ്കാരത്തിന്റെ സമയം, അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കുന്നത് ഒഴിവാക്കിയിട്ടാണ്, ആ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പടക്കം പൊട്ടിക്കാറുള്ളത്. ഇത് അവരോടുള്ള ആ മതത്തോടുള്ള ബഹുമാനമാണ്. അതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഞാൻ എന്റെ വിശ്വാസത്തിൽ അണുവിട വ്യതിചലിക്കാതെ ഞാൻ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അന്യമതങ്ങളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ ആ സന്തോഷത്തിന് വേണ്ടി അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മതസൗഹാർദ്ദം ഉണ്ടാകുന്നത്. ഇവിടെ കുഞ്ഞുനാളിലെ മുതൽ മറ്റു മതങ്ങളെ പുച്ഛിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ പള്ളിയിൽ, സെന്റ് മേരീസ് പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് അതിനകത്ത് ആ കോമ്പൗണ്ടിനുള്ളിൽ കടന്നു കയറിയിട്ട് ആ ആരാധനയ്ക്ക് ഭംഗം വരുത്തക്ക രീതിയിൽ അവർ ബൈക്കുകളും കാറുകളും റേസ് ചെയ്ത് ഒച്ച ഉണ്ടാക്കിയിട്ടും അതിന് ചുമതലപ്പെട്ട വൈദികൻ അരുത്, അത് ചെയ്യരുത്, ഇവിടെ ആരാധന നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വില കൽപ്പിക്കാതെ പുച്ഛത്തോടു കൂടി അത് വീണ്ടും ചെയ്തെങ്കിൽ അവരുടെ മതബോധം, അവരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്ന ആ മതബോധം തന്നെയാണ് ആ ഏക പ്രശ്നം. ആദ്യത്തെ പ്രശ്നവും അത് തന്നെയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവണം. അവരുടെ മതങ്ങളിലുള്ള മതമേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ കാലാനുസൃതമായി അവരുടെ ആ ഒരു പാഠ്യപദ്ധതിയിലും ഒക്കെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാകുകയുള്ളൂ. കാരണം അവിടെ സർവകക്ഷി യോഗത്തിൽ പ്രസംഗിച്ച ഒരാൾ പോലും അവരുടെ മതത്തിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാം ആ മതത്തിനെ പ്രതിനിധീകരിച്ച് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കയറി ആ സർവകക്ഷിയിൽ ഓരോ കക്ഷിയായി മാറിയിരിക്കുന്ന ആളുകൾ
സംസാരിച്ചപ്പോഴൊക്കെയും തന്നെ ഒരാൾ പോലും അവരുടെ ചെയ്ത പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്നില്ല. അത് അവരുടെയൊക്കെ സ്വന്തം മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും ഉപദേശിക്കാൻ പറ്റില്ല, അവർ പുറത്തു പോയാൽ എന്താണ് കാണിക്കുന്നത് എന്നും നമ്മുടെ ഇതിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊരു കുട്ടിക്കളിയായിട്ടാണ് അവരെന്നെ ചിത്രീകരിക്കുന്നത്. അതിനെ 1.5 മണിക്കൂറും കണ്ട വരുന്ന ആ ലൈവിൽ നിങ്ങൾക്ക് എടുത്ത് ഇപ്പോഴും നോക്കിയാൽ കാണാം, ഏകദേശം 40ാമത്തെ മിനിറ്റിലാണ് BJPയുടെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു നേതാവ് യഥാർത്ഥ കാര്യം പറയുന്നത്. നിങ്ങൾ ഇത് പുള്ളകളിയായിട്ട് കാണുകയും ഒക്കെ ചെയ്യുകയല്ല വേണ്ടത്. അങ്ങനെ പിള്ളേർക്ക് കളിക്കുവാൻ കയറാനുള്ള സ്ഥലമല്ലത്. അത് അവിടെ ഭക്തിപൂർവം, അവിടെ ഭക്തിയുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കയറാനുള്ള സ്ഥലങ്ങളാണ് ഏത് മതത്തിൻ്റെതായാലും ആരാധനാലയങ്ങൾ. അവിടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനു കയറുന്നു എന്ന് ആദ്യം ചോദിക്കുകയുണ്ടായി. അതിനുശേഷം സംസാരിച്ച പോപ്പുലർ ഫ്രണ്ടുകാരൻ, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയകാര്യ സംഘടനയായ SDP-യുടെ ഒരു നേതാവ് പറയുന്നത് 15 വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് മതബോധം ഉണ്ടാവാനാണ്, അവർക്ക് എന്ത് മതനിന്ദ ഉണ്ടാവാനാണ്, അവർ പത്രം വായിക്കാറുണ്ടോ, അവരുടെ മനസ്സിൽ അങ്ങനെ വർഗീയതയൊന്നുമില്ല, പിഞ്ചു കുട്ടികളല്ലേ. ആരാണ് പറയുന്നത്? 7ാം ക്ലാസ് 7 വയസ്സുള്ള കുട്ടിയെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ കൂട്ടുകാരനെ എങ്ങനെ മതം മാറ്റാമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാരെ പൊക്കിക്കൊണ്ട് നടക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ചോദിക്കുന്നത് 15ഉം 16ഉം വയസ്സുള്ളവന്റെ അവിലും മലരും കുന്തുരുക്കവും കരുതി വെച്ചോളാൻ ആരാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചത്? ആ ആളുകളാണ് പറയുന്നത് 15ഉം 16ഉം വയസ്സുള്ളവരെ മതത്തിന്റെ പേരിലല്ല ഇത് ചെയ്യുന്നത്. കാരണം ഇവരിപ്പോഴും ആ കുട്ടികളുടെ പ്രവർത്തികളെ ന്യായീകരിക്കുകയാണ്. അല്ലാതെ ഇത് ചെയ്തത് തെറ്റാണെന്നും ഇനി ആ കുട്ടികളെ ഞങ്ങൾ നിയന്ത്രിക്കുമെന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാകില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നുവെന്നും ഒരു മതമേലധ്യക്ഷൻ പോലും ആ സർവകക്ഷി യോഗം എന്ന് പറഞ്ഞ് നടത്തിയ തരികിട പരിപാടിയിൽ അവരാരും പറഞ്ഞില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അവർ പറയുന്നത് പിള്ളേരുടെ കളിയാണ്, പിള്ളേരുടെ സ്വഭാവത്തിന്റെയാണ്, ഇന്നത്തെ കാലഘട്ടത്തിന്റെയാണെന്ന് പറഞ്ഞ് അവർ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ മറ്റൊന്നുകൂടി അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു 47ാമത്തെ മിനിറ്റിൽ അത് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ദേവാലയങ്ങളൊക്കെ എല്ലാവരും എല്ലാ സ്ഥലത്തും കയറി പോകട്ടെ, അവിടെ നമ്മളിങ്ങനെ മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിക്കരുത്, അവർ എല്ലാ മതങ്ങളുടെയും ആരാധനാലയത്തിൽ കയറട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അവിടെ ഇനിയും തുടർന്നും ഇതുപോലുള്ള യുവാക്കൾ അവിടെ കടന്നു കയറണം, അവിടെ ആരാധനയ്ക്കും കുർബാനയ്ക്കും വരുന്ന പെൺപിള്ളാരെ കമന്റ് അടിക്കണം, അവരെ വേണമെന്നുണ്ടെങ്കിൽ വളച്ച് കാറിൽ കയറ്റിക്കൊണ്ടു പോകണം. ഇപ്പൊ ഇതേ സംഭവം ഇതേപോലെ ഇദ്ദേഹം പറയുന്ന രീതിയിൽ ഒരു മുസ്ലിം ആരാധനാലയത്തിനകത്ത് കടന്നു കയറിയിട്ട് ഒരു അവിടുത്തെ ഒരു ബാങ്ക് വിളിക്കുന്ന മുക്രിക്ക് നേരെയാണ് ഇതേപോലെ ഒരു പ്രവൃത്തി ഒരു ഹൈന്ദവ കുട്ടിയോ ഒരു ക്രിസ്ത്യാൻ കുട്ടിയോ കാണിച്ചിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ അവർക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങൾ നടത്തണം, അതിനുവേണ്ടിയുള്ള തഖിയ വിശുദ്ധ കളവ് ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ കുട്ടികളെ ന്യായീകരിക്കുകയാണ്. ഇവര് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ വിഷയമൊന്നുമല്ല. അരുവിത്തുറ എന്ന് പറയുന്ന പേരിനോട് പോലും ഇവർക്ക് അസഹ്യതയാണ്. ഇവർക്കത് മൊത്തത്തിൽ ഇവരുടെ സാമ്രാജ്യമായിട്ട് അരുവിത്തുറ പൂന്നാർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന എല്ലാം ഈരാറ്റുപേട്ട എന്ന് പറയണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഈ അരുവിത്തുറ എന്ന് പറയുന്ന ബോർഡ് വെച്ച് വന്ന പ്രൈവറ്റ് ബസ്സിന് നേരെ കല്ലെറിഞ്ഞ ആളുകളാണ് ഇവർ. ഇന്നലെ സർവകക്ഷി യോഗത്തിൽ മതസൗഹാർദ്ദത്തെ കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തിയ അനസ് എന്ന് പറയുന്ന ആൾ അരുവിത്തുറയ്ക്കെതിരെ അരുവിത്തുറ എന്നൊരു നാമം പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവിടുത്തെ PWD സ്ഥാപിച്ച സ്ഥലനാമ ബോർഡുകളിൽ താറും കരിയോയിലും കൊണ്ടൊഴിച്ച് അരുവിത്തുറ എന്ന് പറഞ്ഞതിനെ മായ്ച്ച ആളുകളാണ്. അത്രയും പേരിനോട് പോലും അസഹിഷ്ണുത പുലർത്തി മൊത്തത്തിൽ തങ്ങളുടെ സാമ്രാജ്യമാക്കി മാറ്റണം എന്ന് കരുതുന്ന ഒരു ആളുകളാണ്. അപ്പം അവരാണ് പറയുന്നത് ഫിൻലൻഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ പീസ് ഇൻഡെക്സിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തങ്ങളുടെ അരുവിത്തുറ അല്ല തങ്ങളുടെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതിനെ മോശമാക്കി മാറ്റിയത് അന്യമതസ്ഥരാണ്, സംഘികളാണ്, ക്രിസംഘികളാണ്, അന്യതലത്തുള്ളവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഈരാറ്റുപേട്ട അറിയാത്ത ആൾക്കാരാണല്ലോ ഈ കേരളത്തിലുള്ളത്. ഒരു ഉളുപ്പുമില്ലാതെയാണ് പറയുന്നത് ഈരാറ്റുപേട്ടയുടെ ചരിത്രം പഠിക്കണമെന്ന്. ഒരു മൗലവി പ്രസംഗിച്ചത് അതിനകത്ത് ഇപ്പോഴും കൊണ്ട് നിങ്ങൾക്ക് കാണാം. ഈരാറ്റുപേട്ടയുടെ ചരിത്രം ഇത് ചെയ്യണം. അപ്പം ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. വളരെ കാലങ്ങളായിട്ട് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറിക്കൊണ്ട് പലതരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ഗുരുമൂർത്തി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തെറ്റിനെ തെറ്റെന്നും മതത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത് പറയാത്തതിന്റെയും പ്രവർത്തിക്കാത്തതിന്റെയും
നിലപാടെടുക്കാത്തതിന്റെയും കുഴപ്പം മാത്രമാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ അവിടെ മുഴങ്ങിയ കൂട്ടമണി എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവന്റെ മരണമണിയാണ്. അത് എഴുതി വെച്ചുകൊള്ളൂ. ഇപ്പോഴും ഇവിടെ മധ്യപ്രദേശിൽ കാവിക്കൊടി കെട്ടിയെന്ന് പറഞ്ഞ് സഭയുടെ ഒരു ഔദ്യോഗിക യുവജന സംഘടന തൃശ്ശൂരിൽ പ്രധാനപ്പെട്ട ഒരു ഇത് സംഭവിച്ചു, ഒരു മാർച്ചും പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. ഇപ്പോഴും അനങ്ങിയിട്ടില്ല. സ്വന്തം മൂക്കിന് താഴെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ഒരു വൈദികനെ ഇടിച്ച് ഹോസ്പിറ്റലാക്കി ഇട്ടിരിക്കുക, അനങ്ങിയിട്ടില്ല. അപ്പം രാഷ്ട്രീയത്തിനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ നിലപാട് കൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുഴങ്ങിയ മണി കേരളത്തിലെ ക്രൈസ്തവന്റെ മരണമണിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എന്ത് നിലപാടാണ് എടുത്തതെന്ന് ആലോചിക്കണം. ഗത്യന്തരമില്ലാതെ അവർ കാണിച്ചത് തെറ്റെന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. പാലാ പിതാവ് നർക്കോട്ടിക് ജിഹാദിനെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കാൻ കേരളം അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ആളാണ് വി ഡി സതീശൻ. ഇതുവരെ ശബ്ദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തെ കുറിച്ച്? ശബ്ദിച്ചിട്ടില്ല. ഏത് വിഷയത്തിലും കയറി അഭിപ്രായം പറയുന്ന ആളുകളാണ്. വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് ഫാസിസം വരുന്നുണ്ടോ എന്ന്. അത് ഇടയ്ക്കിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കാൻ മുന്നിൽ നിൽക്കുന്നവരാണ്. പേരിന് തെറിയേക്കുന്നുവെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി മാത്രം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇടുകയുണ്ടായി. അതേ ജോസ് കെ മാണിയുടെ നേതാവാണ് ഈ സർവകക്ഷി യോഗത്തിൽ നിന്ന് സംസാരിച്ച വ്യക്തി പറഞ്ഞത് അത് മുസ്ലിം കുട്ടികൾ മാത്രമല്ല, ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, ഹിന്ദു കുട്ടികളുണ്ടെന്ന്. അതായത് കസ്റ്റഡിയിലെടുത്ത 27 പേരിൽ 10 പേർ പ്രായപൂർത്തിയാകാത്തവരും 17 പേർ പ്രായപൂർത്തിയായവരുമാണ്. അതിൽ ഒരാൾ പോലും അന്യമതസ്ഥനില്ല, എല്ലാം മുസ്ലിം കുട്ടികളാണ്. എന്നിട്ടും അവരെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. അവരെയൊക്കെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. അതിൽ 17 പേർ മുസ്ലിം കുട്ടികളും 11 ക്രിസ്ത്യൻ കുട്ടികളും 9 ഹിന്ദുക്കളുമാണ്. അപ്പോൾ ഇതിനെ അവർ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇവർ NIA കേന്ദ്രമല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് മിനി സിവിൽ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് UDF-ന്റെ നേതൃത്വത്തിൽ അവിടെ സത്യാഗ്രഹം നടത്തിയുണ്ടായി. ആ ആളുകളിൽ നിന്ന് നാം വേറെന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഈരാറ്റുപേട്ടയെ കുറിച്ച് അറിയാത്ത ഏത് രാഷ്ട്രീയക്കാരനാണ് ഇവിടെയുള്ളത്? ഏത് പാരീസിലെ ബോംബാക്രമണം നടന്നിട്ട് പോലും ഈരാറ്റുപേട്ടയിൽ അന്വേഷണം ഉണ്ടായി അല്ലെ? ഏതൊക്കെ രാജ്യത്ത് നടന്ന ഏതൊക്കെ ക്രൈമിന്റെ ഇത് അവിടെ പേരുകൾ അവിടെ ഉണ്ട്. ആ സ്ഥാനത്ത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി അവിടെ ഒരു സ്ഥിരം കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് അറിയാത്ത ആളുകളല്ല. അപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ധർണ നടത്തിയത്? അവിടെ NIA-യുടെ കേന്ദ്രമല്ല സ്ഥാപിക്കേണ്ടത്, മിനി സിവിൽ സ്റ്റേഷൻ ആണെന്ന്. മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാത്തത് കൊണ്ട് ഇവരുടെ ആരുടെയും കാര്യങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ലേ? അപ്പൊ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതല്ല, അവിടെ NIA-യുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ PC ജോർജ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമറ കൊണ്ട് വെച്ചിരിക്കുന്നത് അരുവിത്തുറ പള്ളിയുടെ മുന്നിലാണ്, AI ക്യാമറ. കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്ത് പിടിക്കപ്പെട്ടു പോയാൽ, ആ ക്യാമറയിൽ പതിഞ്ഞു പോയാൽ ഇത് അനലൈസ് ചെയ്ത് അയക്കാനിരിക്കുന്നത് കെൽട്രോണിന്റെ ഉദ്യോഗസ്ഥരാണല്ലോ. അവർക്ക് ഈരാറ്റുപേട്ടയുമായിട്ട് പല ഈ പറയുന്ന മത ഭീകരരുമായിട്ടോ മതമൗലികവാദികളുമായിട്ടോ ബന്ധമില്ലല്ലോ. അവർ എഴുതി വിടും, അവർ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവർക്ക് നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് അത് മാറ്റി പള്ളിയുടെ മുന്നിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ഇത് നിയമം തെറ്റിച്ച് ജീവിക്കുന്നവരാണല്ലോ ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ. അവർ രാവിലെ പള്ളിയിലേക്ക് വരുമ്പോൾ അവരുടെ എടുത്ത് വിടാനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് പോലീസിന്റെ മറ്റൊരു നിലപാടെന്ന് പറയുന്നത്. പോലീസിന്റെ നിലപാട് നമ്മൾ ഈ വിഷയത്തിൽ കാണണം. ഒരു പ്രത്യേക സമുദായം പ്രതിസ്ഥാനത്ത് വരുമെന്ന് അവർക്കും പൊതുജനത്തിനും മാധ്യമങ്ങൾക്കും സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരന്റെ വായടപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ കളമശ്ശേരി ബോംബ് സ്ഫോടന വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അതിൽ പോലീസുകാർക്ക് പോലും എന്തിന് മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിന് പോലും ഉറപ്പില്ലായിരുന്നു അത് ഞമ്മന്റെ ആളുകളല്ല എന്ന്. കാരണം അവർ ആദ്യം കുറെ നേരം കാണിച്ചുകൊണ്ടിരുന്നത് തീപിടുത്തമെന്നാണ്. ബോംബ് സ്ഫോടനമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞില്ല, തീപിടുത്തമെന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആദ്യ കുറെ നേരം. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ പ്രസ്ഥാനത്ത് ഞങ്ങളുടെ ആളുകളായിരിക്കും തന്നെ അവർക്ക് തന്നെ സംശയമുണ്ട്, ഉറപ്പുണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ രംഗത്തെത്തി. അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടാൻ പാടില്ല, ആരും ഒന്നും പറയാൻ പാടില്ല. ഇവിടെ
ഭാരതം പോലും അംഗീകരിക്കാത്ത ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇവിടെ ഓൺലൈനായിട്ട് ഇവിടെ നടന്ന കേരളത്തിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയുണ്ടായി ഓൺലൈനായിട്ട്. അതുപോലെ സംപ്രക്ഷേപണം ചെയ്തു. അതുപോലും തടസ്സപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരാണ് ഉടൻ തന്നെ രംഗത്ത് വന്നു. പ്രതികരിക്കാൻ പാടില്ല, പ്രതികരിച്ചാൽ കേസെടുക്കും. ഇവിടെയും വന്നിരിക്കുന്നു. അപ്പൊ അന്ന് പോലീസിന് മൂലം ഉറപ്പായിരുന്നു ആരാണ് പ്രതിസ്ഥാനത്തുണ്ടാവുമെന്ന് അവർക്കും സംശയമായിരുന്നു. ഉടൻ തന്നെ പോലീസ് രംഗത്തെത്തി. ഇപ്പോഴും ഇവിടെ പൂഞ്ഞാർ പള്ളിയിലും ഇതേ വിഷയം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ വീണ്ടും പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പ്രതികരണവും പാടില്ല, ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്, ഞങ്ങൾ കേസുകളുണ്ട്. അതായത് ഒരു പ്രത്യേക സമുദായത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിൽ തോന്നലുണ്ടാവും. അത് മറ്റ് സമുദായത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു സമുദായത്തെ ആൾക്കാർ പ്രതിസ്ഥാനത്ത് വരുമ്പോഴോ, അത് മാധ്യമങ്ങളാകട്ടെ പോലീസ് ആകട്ടെ, ഭയങ്കരമായ പേരുകൾ, അവരുടെ വീടും അഡ്രസ്സും അവരുടെ ഷർട്ടിന്റെ നിറവും എല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ ഇത് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടുത്തെ ഓരോ ഇപ്പോഴും തലയിൽ വെളിച്ചം കയറാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇത് കാണുക തന്നെ വേണം. ഇത് മനസ്സിലാക്കാതെ പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂഞ്ഞാർ മേഖലയിൽ, ഈ അരുവിത്തുറ ഈരാറ്റുപേട്ട മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കെതിരെ കണ്ണടച്ചിരുട്ടാക്കുകയല്ല വേണ്ടത്, അതിനെ ശക്തമായി പ്രതികരിക്കുകയാണ് വേണ്ടത്. അവിടെ നിയമത്തിന്റെ എല്ലാവിധ ഇതും ഉപയോഗിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയാകാത്ത പേർ 10 പേരാണെന്ന് പറയുന്നു. ബാക്കിയുള്ളവർ പ്രായപൂർത്തിയായവരാണെന്ന് പറയുന്നു. 18 വയസ്സിന് മുകളിലാണെന്ന് പറയുന്നു. അവിടെയും സംശയമുണ്ട്. +1 +2 ആണെങ്കിൽ 18 കഴിഞ്ഞവർ അതിനകത്ത് വരുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രായപൂർത്തിയായ പുറത്തുനിന്നുള്ള ആൾക്കാരും ആ വാഹനങ്ങളിലുണ്ട്. അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേസമയം മറ്റൊരു കാര്യം കൂടെയുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ബൈക്ക് വാഹനം ഓടിച്ചെന്ന് കേസെടുത്തു എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനം കൊടുത്തുവിട്ട് ആ വാഹനത്തിന്റെ ഉടമ, ആ പിള്ളേരുടെ ബാപ്പയാണെങ്കിൽ പോലും അച്ഛനാണെങ്കിൽ പോലും അവർക്കെതിരെയും കേസെടുക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇതിനെതിരെ ശക്തമായി നാം പ്രതിഷേധിച്ചില്ല എങ്കിൽ ഇത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ക്രൈസ്തവന്റെയും ഹൈന്ദവന്റെയും എല്ലാം മരണമണി തന്നെയായിരിക്കും. പ്രൊഫസർ സ്റ്റാൻലി, FIR ഞാനൊന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഫാദർ ജോസഫ് വികാരിയായി ജോലി ചെയ്തു വരുന്ന പൂഞ്ഞാർ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കോമ്പൗണ്ടിൽ കാറുകളുമായി അതിക്രമിച്ച് കയറിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധ നിമിത്തം പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിച്ച ചുവന്ന കളറിലെ ബൊലേറ കാർ നിർത്തുന്നതിനായി ആവലാതിക്കാരൻ കൈകാണിച്ച സമയം 23/2/2024 തീയതി ഉച്ചയ്ക്ക് 12:40 മണിക്ക് ഈ കാർ ഓടിച്ച ആൾ ആവലാതിക്കാരനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആവലാതിക്കാരൻ്റെ ഇടത് കൈയിലിടിച്ച ശേഷം നിർത്താതെ ഓടിച്ചു പോവുകയും കാറിൻ്റെ തൊട്ട് പിന്നാലെ വന്ന മറ്റൊരു ചുവന്ന കാർ ആവലാതിക്കാരനെ ഇടിച്ച് വീഴ്ത്തുകയും ചെയ്തതിൽ വെച്ച് ആവലാതിക്കാരൻ്റെ ഇടത് കൈമുട്ട് ഭാഗത്തും ഇടത് ഷോൾഡർ ഭാഗത്തും തലയുടെ ഇടതുവശം ഭാഗത്തും പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തുന്നതിന് പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു എന്നുള്ളത് FIR ഇങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ നോക്കൂ, ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള തകൃതിയായിട്ടുള്ള ശ്രമം അണിയറയിൽ നടക്കുകയില്ലേ? അതിൻ്റെ ആദ്യ പടിയായിട്ട് വേണ്ട ഇന്നലത്തെ സർവകക്ഷി യോഗത്തെ കാണാൻ. അല്ല, ഞാനതേപ്പറ്റി പറയാം. അതായത് ആ ഏരിയയിൽ ഒരു വലിയൊരു അഗ്രഷൻ കഴിഞ്ഞ 20 വർഷമായിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ഇൻസൈഡർ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യത്തെ ഈ ചർച്ച തുടങ്ങിയപ്പോഴത്തെ ആദ്യത്തെ പോയിന്റ്, എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ്സുകാരും LDF-ലും UDF-ലും ഉള്ള ക്രിസ്ത്യാനികൾ ഈ ചർച്ചയിലോട്ട് വരാത്തതെന്നുള്ളതിന്റെ ഉത്തരത്തിലോട്ടാണ് അത് ചെന്നെത്തുന്നത്. ഇൻസൈഡർ ഹെൽപ്പ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഡെമോഗ്രഫി മാറിയതോടുകൂടി ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനോ ബാങ്ക് ഡയറക്ടർ ആകാനോ എന്തിനും വേണ്ട പിള്ളേർക്ക് ഒരു സ്കൂൾ പാർലമെന്റോ കോളേജ് ഇലക്ഷനോ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ജിഹാദികളുടെ വോട്ട് വേണമെന്ന ഒരു സിസ്റ്റം കേരളത്തിലെമ്പാടും നിലനിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കൃത്യമായ ഒരു സഹായം ഇവർക്ക് സഭയ്ക്കുള്ളിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് വളരെ സങ്കടകരമാണ്. പക്ഷെ അതൊരു യാഥാർത്ഥ്യവും കൂടെയാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് 10 ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അതിൽ ഇപ്പം കോട്ടയത്ത് 2 കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവര് 2 പേരും ഇവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്, ഓപ്പണായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് കേരള കോൺഗ്രസ്സുകാരെല്ലാം മുങ്ങിയിരിക്കുകയാണ്. പള്ളിയെ സഹായിക്കാനോ അച്ഛനെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാനോ അവിടുത്തെ MLA-യോ MP-യോ അല്ലെങ്കിൽ മറ്റ് LDF UDF നേതാക്കന്മാരോ തയ്യാറാകുന്നില്ല. അതൊരു ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 20 വർഷമായിട്ട് അവിടെ ഉള്ള ഒരു പ്രശ്നമാണത്.
ഒരു പ്രത്യേക രീതിക്ക് പ്രത്യേക ആൾക്കാരുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ NIA അവിടെ വരേണ്ടി വന്നത് ഈ ഒരു പ്രശ്നം അധികരിച്ച് ഭീകരവാദം കൂടുതലായി കഴിഞ്ഞപ്പോഴാണ്. അവിടെ സ്ത്രീകളും കുട്ടികളും വരെ റാഡിക്കലൈസ്ഡ് ആണ്, അതാണ് അതിന്റെ സത്യം. അതുകൊണ്ടാണല്ലോ NIA അവിടെ വരേണ്ടി വന്നത്. ഇപ്പം വലിയ വലിയ ആൾക്കാരൊക്കെ ജയിലിൽ പോയപ്പം അതിന്റെ ലോക്കൽ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഇനി അവരെ കൂടെ NIA വന്ന് കൊണ്ടുപോയാലേ അവിടെ എന്തെങ്കിലും സമാധാനം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, ഇതിനെ ശക്തമായിട്ട് നേരിടാൻ സഭയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതും സങ്കടകരമായ ഒരു ആണ്. സഭ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരിടത്തും എത്തുന്നില്ല. കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുകയും കേന്ദ്രത്തിന് പരാതി നൽകുകയും ചെയ്യണം. ഇപ്പോ ഇടവക ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സഭ ഒരു പ്രതിനിധിയെ പോലും അയച്ചില്ല. ഖേദകരമാണ്. സഭ അയക്കത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. LDF UDF എന്നുള്ള പ്രഷർ. ഇപ്പം ജോസഫ് സാറിന്റെ കൈവെട്ടിയ സമയത്ത് മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നത് പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാം. നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? സഭ എന്തിനാ പേടിക്കുന്നത്? ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള പത്രക്കുറിപ്പുകളൊക്കെ ഇറക്കി ചിരിക്കാൻ വക നൽകുന്ന പത്രക്കുറിപ്പാണ് നടക്കുന്നത്. അതായത് അത്ര കണ്ടനുമല്ല, അത്ര ചക്കിയല്ല എന്നുള്ള രീതിയിലുള്ള പത്രക്കുറിപ്പുകളൊക്കെയാണ് സഭയുടെ പല ഭാഗത്തു നിന്നും വരുന്നത്. ഇത് ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഇത് ആരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു മതവിഭാഗത്തിൽപ്പെട്ട മാത്രം കുട്ടികൾ. ഇപ്പൊ രാവിലെ തുടങ്ങി ഭയങ്കര പ്രഷറായിരുന്നു. അതായത് ഇതിൽ പേരിട്ട് ഇവരുടെ ഇതേപ്പറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഷാജൻ സ്കറിയെ ഭീഷണിപ്പെടുത്തുന്നു, നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, ഓൺലൈൻ ഭീഷണി, ഈ ഭീഷണി എല്ലാം ഉണ്ടായിരുന്നു. പകുതി പേര് വേറെ കമ്മ്യൂണിറ്റിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഞാൻ പൂഞ്ഞാർ സെന്റ് ആന്റണീസിൽ പഠിച്ച ആളാ. 83 പൂഞ്ഞാർ സെന്റ് ആന്റണീസിൽ പഠിച്ച ആളാ. അവിടെ ഇവർക്ക് അവിടെ യാതൊരു റോളും ഇല്ല. ഇവരവിടെ അനധികൃതമായിട്ട് വന്ന് വണ്ടി കച്ചവടവും മറ്റു പരിപാടികളും എല്ലാം നടത്തി ഏതെങ്കിലും രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. അച്ഛൻ ചോദ്യം ചെയ്തപ്പോൾ പിള്ളേര് പ്ലാൻ ചെയ്തു വന്ന് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് UAPA ക്രൈമിന്റെ പരിധിയിലാണ് ഇത് വരേണ്ടത്. ഇത് NIAക്ക് കൊടുക്കണമെന്നുള്ള അപേക്ഷയാണ് ചർച്ച കൊടുക്കേണ്ടത്. ചർച്ച ചെയ്യേണ്ടത് അതാണ്. ഇന്നിപ്പോ ഇടവകയോഗം അത് ചെയ്തിട്ടുണ്ട്, സഭ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനൊരു വേറൊരു പശ്ചാത്തലവും കൂടെ ഉണ്ട്. 5 വർഷം മുമ്പ് ഇതുപോലെ ഇലക്ഷൻ സമയത്താണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പള്ളി ആക്രമിക്കാൻ ശ്രമിച്ച ബോംബ് ശ്രീലങ്ക വെച്ച് പൊട്ടിച്ച് 300 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടത്. അപ്പൊ ഇവിടെ ഇലക്ഷൻ എടുത്തു, 5 വർഷം കഴിഞ്ഞു. ഈസ്റ്റർ സമയത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഈസ്റ്ററിന്റെ സമയത്ത് ആൾക്കാർ ധ്യാനത്തിനും കുരിശിന്റെ വഴിക്കും ഒക്കെ കൂടുതൽ പള്ളിയിൽ വരും. ഇപ്പൊ ഈസ്റ്റർ നോയമ്പിന്റെ കാലമാണ്. അപ്പൊ ഈ കേസ് ഉടനടി NIAക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതുപോലെ നാർക്കോട്ടിക് ലോബി ഉണ്ടോ എന്ന് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇതിന് ഉപോത്ബലകമായിട്ട് തമിഴ്നാട്ടിലെ ലവ് ജിഹാദി നാർക്കോട്ടിക് ജിഹാദി നെറ്റ്വർക്കിനെ മിനിയാന്ന് ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാർ പിടികൂടിയിരിക്കുകയാണ്. DMKയുടെ ഫംഗ്ഷണറീസിനെയൊക്കെ അവർ പുറത്താക്കേണ്ടി വന്നു. 3-4 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ കുട്ടികൾ ആരെങ്കിലും അവരെ നാർക്കോട്ടിക് ലോബി സ്വാധീനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വണ്ടി കിട്ടുന്നത്? എങ്ങനെയാണ് അവരത് കൊണ്ടു നടക്കുന്നത്? ഇത് ആ പേരൻസിന്റെ അറിവോടെ തന്നെയാണോ? എങ്കിൽ അവരും കുറ്റക്കാരാണ്. ആ രീതിയിൽ ഈ കേസിനെ നേരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ ഇടതു മുന്നണി കയറിയത് പിന്നെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ, ഓറൽ ആയിട്ടുള്ള ഒരു ഓർഡർ കേരളത്തിലെ നിയമ സംവിധാനത്തിൽ നിലവിലുണ്ട്. ഒരു പ്രത്യേക മതസ്ഥർക്കെതിരെ FIR ഇടുന്നതിന് മുമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം, അല്ലാതെ പോലീസുകാർ FIR ഇടാൻ പാടില്ല. അതുപോലെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ FIR ഇട്ട് അവനെ സഹായിക്കരുത്, അവന്റെ പരാതി പരിഗണിക്കരുത്. അത് പരിഗണിക്കണമെന്നുണ്ടെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം വേണം. അങ്ങനെ ഒരു സെൽ ഭരണം കേരളത്തിൽ, അതായത് ഭരണഘടനയ്ക്ക് അതീതമായിട്ട് പാർട്ടി നിയമം കയ്യിലെടുക്കുന്ന ഒരു പരിപാടി, കമ്മി ജിഹാദി എക്കോ സിസ്റ്റം നിലവിലുണ്ട്. ആ ധൈര്യത്തിലാണ് ഈ ചെറിയ കുട്ടികൾ വരെ നിയമം കയ്യിലെടുക്കുന്നത്. ഇത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോലീസ്. ഇതൊക്കെ ഈ സംഭവം നടന്ന് 1 മണിക്കൂറിനകം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആരെയും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല, മീഡിയയെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, സോഷ്യൽ മീഡിയയെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഈ രീതിയിലുള്ള ടെൻഷൻ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറ്റം ചെയ്തോ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഓക്കെ, കോടതിയിൽ ഹാജരാക്കുന്നു. ആ രീതിയിലുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടതിന് പകരം ഷാജൻ സ്കറിയയുടെ ഓഫീസിൽ പോയി കുത്തിയിരുന്നുകൊണ്ട് ഇത് വാർത്ത മറയ്ക്കാമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? എന്ത് വിവരക്കേടന്മാർ കാണിക്കുന്നതെന്ന് ഓർക്കണം. അതുപോലെ ഈ കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പുകൾ ഉണ്ട്. LDFിലും UDFിലും ആയിട്ട് 10 ഗ്രൂപ്പ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ആത്മാഭിമാനമൊന്നും തൊട്ട് തെറിച്ചിട്ടില്ലാത്ത ഈ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളാണ് ഇവരെ അകത്തു നിന്നും സഹായിക്കുന്നത്. അവരെ പുറന്തള്ളാനുള്ള നടപടി, അവരെ ഫിൽട്ടർ ചെയ്യാനുള്ള നടപടി എല്ലാ സഭകളും എടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ സഭയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം ഇൻസൈഡർ ഹെൽപ്പ് ഒരു സ്ഥാപനത്തിനോ ഒരു സംഘടനയ്ക്കോ ശത്രുക്കൾക്ക് ഇൻസൈഡർ ഹെൽപ്പ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിലനിൽപ്പില്ല. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ 1965 തുടങ്ങിയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഏകദേശം ഒരു 10-40 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് അവര് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെയാണ്
കർഷക ബില്ലിനെതിരെ അവർ സമരം ഉണ്ടാക്കി, ഖാലിസ്ഥാൻകാരുടെ കൂടെ പോയി പഞ്ചാബിൽ പോയി സമരം ഉണ്ടാക്കി. അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടിരുന്ന എല്ലാ ബില്ലിനെതിരെയും, ദേശീയതയ്ക്ക് അനുകൂലമായി കൊണ്ടിരുന്ന എല്ലാ ബില്ലിനെതിരെയും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ 10 കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും LDFും UDFും. പക്ഷെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ വരത്തില്ല. ഈ ഒരു കാര്യത്തിൽ ഒരു അനുഭാവം പ്രകടിപ്പിക്കാൻ പോലും വരുന്നില്ല. അപ്പൊ ഈ വോട്ട് ചോദിച്ച് വരുമ്പം കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും കേരളത്തിലെയും ജനങ്ങള് ഈ ഇടതിനോടും വലതിനോടും ഈ കേരള കോൺഗ്രസ്സുകാരോടും ഒക്കെ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ നിലപാട്, ഈ ഇതുപോലത്തെ പരിപാടികളിൽ എന്താണ് നിങ്ങളുടെ നിലപാട്. സംശയം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഒരു കൊട്ടാരക്കര വരെയോ തിരുവനന്തപുരം വരെയോ ഒരു ഹൈവേ കൂടെയും പിന്നീട് അങ്കമാലി MC റോഡിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് റഡാർ ബോട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിട്ട് വണ്ടി ഓടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് ക്യാമറ മുഴുവൻ വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ പള്ളികളുടെ മുമ്പിലാണ്. കാരണം ക്രിസ്ത്യൻ വളരെ വളരെ ആസൂത്രിതമായിട്ടാണ് കേരളത്തിൽ മൊത്തം അത് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളുടെയോ കുരിശുപള്ളികളുടെയോ മുമ്പിലാണ് ഈ ക്യാമറ മൊത്തം വെച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ക്രിസ്ത്യൻ പള്ളികളിൽ എന്തെങ്കിലും അല്ല, പള്ളികളിൽ എത്തുന്നവരും അത്രയും സുരക്ഷിതമായിരിക്കണം എന്ന നിർബന്ധ സർക്കാരിനുണ്ട്. അതല്ല, പള്ളികളിൽ എത്തുന്നവർക്കിട്ട് ഫൈൻ അടിക്കാൻ വേണ്ടിയാണ്. അബദ്ധവശാൽ ഹെൽമെറ്റ് ഊരുവോ ബെൽറ്റ് ഇടാണ്ടിരിക്കുവോ എന്തെങ്കിലും നിസ്സാര ക്രൈമിന് കൃത്യമായിട്ട് വേറുള്ളവരെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാവും. ക്രിസ്ത്യാനി സിറ്റിംഗ് ഡെക്കാണ്, അവൻ പ്രതികരിക്കത്തില്ല. അതുകൊണ്ട് അവനിട്ട് സൂത്രത്തിൽ ഫൈൻ അടിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ ലൊക്കേഷൻ നമുക്ക് സാധാരണ സ്പീഡ് കൂട്ടുന്നിടത്തോ വളവുള്ളിടത്തോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം നടക്കാൻ ചാൻസ് ഉള്ളതാണ് വേറെ വിദേശ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ക്യാമറ വെക്കുന്നത്, അല്ലെ കുറ്റകൃത്യങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളതോ. ഇത് അങ്ങനെയല്ല. ഒരു ആരാധനാലയത്തിന്റെ, ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ ആരാധനാലയത്തിന്റെ മുമ്പിൽ മാത്രം വെക്കുകയും വേറെ ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ വളരെ പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് ഈ 2015 JNUവില് ഇവരെല്ലാരും കൂടെ ഈ UPA മാഫിയയിൽപ്പെട്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ചേർന്ന് വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, ആസാദ് കേരളം, കേരൾ മാങ്കെ ആസാദി. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് പല രീതിയിലും പല ഭാവത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കേന്ദ്രം അത്യാവശ്യമായിട്ട് ഇടപെടണം. ഞാൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ഒരു ഹോം മിനിസ്ട്രിയുടെ ഒരു പ്രതിനിധി സംഘത്തെ, NIAയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഉൾപ്പെടുന്ന ഒരു പ്രതിനിധി സംഘത്തെ പൂഞ്ഞാറിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് BJPയുടെ ഒരു പ്രതിനിധി സംഘത്തെയും പൂഞ്ഞാറിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ഇലക്ഷൻ അടുത്ത് വരികയാണ്, കൂടുതൽ അഭ്യാസങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടണം, ഇവിടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള കാര്യം രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല പ്രൊഫസർ സ്റ്റാൻലി, ഇതൊക്കെ സംഭവിച്ചിട്ടും സഭയ്ക്കും സഭാധ്യക്ഷന്മാർക്കും വലിയ ആകുലതയൊന്നും ഇല്ലല്ലോ. നോക്കൂ, ഒരു വാർത്താക്കുറിപ്പിൽ ഇറങ്ങി പ്രതിഷേധം നടന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള പല അജണ്ടകളും ഉണ്ട്. ആ അജണ്ടകൾ പുറത്തു വരണമെങ്കിൽ അല്ലേ സഭാ നേതൃത്വം മുൻകൈ എടുക്കണം, സഭാ നേതൃത്വം ആവശ്യപ്പെടണ്ടേ അല്ലേ? സഭാ നേതൃത്വം തീർച്ചയായിട്ടും ആവശ്യപ്പെടണം. അവർ ആവശ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അവരതിന്റെ ആലോചനയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ മേലെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രഷർ ഈ LDFും UDFും 10 കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും മീഡിയയും പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. വ്യാജമായ ചില പ്രോമിസ്, ഞങ്ങൾ അത് ചെയ്തൊക്കെ അങ്ങനെ ശിക്ഷിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവര് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് ഇവരുടെ UPA എക്കോസിസ്റ്റത്തിന് ദോഷം ചെയ്യും. അത് BJPക്ക് ചിലപ്പോൾ വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ജനങ്ങൾ സത്യം മനസ്സിലാക്കും. ഇവര് ഈ 10-30 വർഷം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അതായത് വ്യാജമായിട്ട് ഇവിടെ ഹിന്ദുക്കളെ RSSനെയും BJPയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇവിടുത്തെ UPA മാഫിയ ഉണ്ടാക്കിയ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അത് എക്സ്പോസ്ഡ് ആയി. യഥാർത്ഥത്തിൽ ഇവിടെ 2000 വർഷം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ കൂടെ സേഫ് ആയിരുന്നുവെന്നും ഇനി അടുത്ത 2000 വർഷവും ഹിന്ദുക്കളുടെ കൂടെ ക്രിസ്ത്യാനികൾ സേഫ് ആണെന്നും ഇപ്പോൾ മെജോറിറ്റി ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ കൂടെയോ ജിഹാദിയുടെ കൂടെയോ ഒരു ദിവസം പോലും ഒരു ക്രിസ്ത്യാനിയും സഭയും സേഫ് അല്ല എന്ന കാര്യവും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഇവര് ഈ ഇതുപോലത്തെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്നത്. ഇത്രയും മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പം പാലാ രൂപതയ്ക്കുള്ളിലെ ഒരു ദേവാലയത്തിലെ വൈദികന്റെ വിഷയം പാലാ രൂപതയുടെ വിഷയമല്ലല്ലോ. അത് കേരളത്തിലെ മൊത്തം ക്രിസ്ത്യാനികളുടെ വിഷയമായിട്ട് എടുത്തിട്ട് ഇന്ന് ഞായറാഴ്ച എല്ലാ പള്ളികളിലെയും കുർബാനയ്ക്ക് ശേഷം കേരളത്തിലെ എല്ലാ രൂപതകളിലെയും ഇടവകളിലെയും പള്ളികളിൽ നിന്ന് പ്രതിഷേധ പ്രകടനം നടത്തണ്ടല്ലായിരുന്നു? ആയിരുന്നു. ഇവർ മണിപ്പൂരിന്റെ പേരും പറഞ്ഞ് പ്രായമായ വല്യമ്മമാര് വരെ കൊന്തയും ചൊല്ലിച്ച് ജപമാല റാലി നടത്തിയല്ലോ. ഈ കേരളത്തിൽ ഇന്ന് വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ഏതെങ്കിലും ഒരു നോർത്ത് ഈസ്റ്റിലെ മാധ്യമത്തിലോ ഉത്തരേന്ത്യയിലെയോ മധ്യപ്രദേശിലെയോ മാധ്യമത്തിലോ അല്ലെങ്കിൽ ജോൺ ദയാലിന്റെ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം ഉണ്ടല്ലോ അതിന്റെ ഏതെങ്കിലും ഒരു ബ്ലോഗിലോ കാണിച്ചു തരാൻ സാധിക്കൂ? അല്ല, ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കണം.
ഞാൻ അതിന് മറുപടി പറയാം. അതായത് ഈ മണിപ്പൂരിന്റെ പ്രശ്നം വന്നപ്പം എല്ലാ പരിപാടികൾക്കും, അതായത് ഇതിനു വേണ്ടി മണിപ്പൂരിന്റെ പ്രതിഷേധമെന്നും പറഞ്ഞ് ഇവിടെ അരങ്ങേറിയ പൊറാട്ട് നാടകങ്ങൾക്കെല്ലാം ഡെയിലി 3 തുപ്പൽ ബിരിയാണി വെച്ച് ഫ്രീ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആള് കൂടിയത്. എല്ലാ പള്ളിയിലും അതിന്റെ അനുസരിച്ച് പ്രകടനം, പ്രതിഷേധം, പല പരിപാടികളും ഉണ്ടായിരുന്നു. അത് സ്പോൺസർ ചെയ്ത ആരാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മണിപ്പൂരിന്റെ പേരിൽ കഴിഞ്ഞ മെയ് മാസം തുടങ്ങി ഏകദേശം 9 മാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തിയിരിക്കുന്ന പോലെ പൂഞ്ഞാറിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും മിണ്ടാനില്ല. സ്വയം പ്രഖ്യാപിത വൈദികര്, മെത്രാന്മാര്, നേതാക്കന്മാര്, എന്തേറെ പേരായിരുന്നു മണിപ്പൂരിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആർക്കും ഒന്നും മിണ്ടാനില്ല. എല്ലാവരുടെയും ഫോൺ ഓഫാണ്. ആരുടെയും ഫേസ്ബുക്ക് വാളില് ഒരു പോസ്റ്റ് പോലും ഇല്ല. ചാനലുകൾ വിളിച്ചാൽ ആരും ചർച്ചയ്ക്ക് വരത്തില്ല. ആർക്കും ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാല് വിലക്കെടുക്കപ്പെട്ടവരാണ് ഇവരൊക്കെ. ഇവർ പലരും വിലക്കെടുക്കപ്പെട്ടവരാണ്. വലിയ അധികം വിലയൊന്നുമില്ല. ഡെയിലി 2 3 ബിരിയാണി കൊടുക്കണം, അത്രേ ഉള്ളൂ. ആ അവസ്ഥയിലോട്ട് ഇവർക്ക് അകത്തുനിന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അതാണ് ഇത് ഈ രീതിയിൽ ധൈര്യം കിട്ടുന്നത്. ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ഇതുപോലത്തെ പരിപാടികൾ എല്ലായിടത്തും തിരിച്ചും അരങ്ങേറും. കാരണം ഈ പള്ളിയിലെ ആളുകൾ കുറയുന്നു, ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു, ക്രിസ്ത്യാനികൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അവരുടെ പള്ളിയും സ്ഥലത്തിലും ഒക്കെ അവകാശം സ്ഥാപിക്കാനും അതൊക്കെ വേറെ പല പരിപാടിക്കും ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് അക്രമം ഉണ്ടാകാം, അവരുടെ സ്ഥലത്ത് ആൾക്കാർ കയറുന്നുണ്ട്, പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഉള്ളൂ. കേരള ഗവൺമെന്റോ കേരളത്തിലെ പ്രതിപക്ഷമോ ചെയ്യത്തില്ല. അതാണ് മാത്രമല്ല ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ കേരളത്തിലെ മീഡിയകൾ ഒറ്റക്കെട്ടായിട്ട് ഇത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ളത്. കേരളത്തിലെ ജനം TV ഒഴിച്ചുള്ള ബാക്കി മീഡിയകൾ ഇത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജിപ്പിക്കുന്ന സംഭവം. ഓക്കെ, വിദ്യാസാഗർ ഗുരുമൂർത്തി, ആ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ മാധ്യമങ്ങളുടെയും ഈ മൗനം നോക്കൂ. മണിപ്പൂരിൽ എത്ര മണിക്കൂറുകളാണ് ചർച്ച ചെയ്തത്, എത്ര മാസങ്ങളാണ് ചർച്ച ചെയ്തത്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.